ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 കല്ല് ശർക്കര എടുത്തിട്ടുണ്ട്, അത് ഉരുക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 4 മണിക്കൂർ മുന്നേ കുതിർത്ത ഒരു ഗ്ലാസ് അരി നമ്മൾ ഒരു ജാറിലേക്ക് ഇടുകയാണ്. അതിലോടൊപ്പം തന്നെ ഒരു 2 ചെറിയ നേന്ത്രപ്പഴം, ഒരു 8 ഏലക്കായ, ഒരു 1/4 സ്പൂൺ ഉപ്പ്, 2 പപ്പടം, 4 ടീസ്പൂൺ മൈദ ഒക്കെ കൂടെ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ ഉരുക്കിയ ശർക്കര പാനി കൂടി അരിച്ചിട്ട് ഒഴിക്കുക. നല്ല ചൂടോടെ തന്നെ ഒഴിക്കണം. അത് നന്നായിട്ട് അരച്ചെടുത്ത മാവ് നമ്മൾ 8 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാൻ എടുത്തത്. അതിന് ശേഷം അതിലേക്ക് നാളികേര കൊത്ത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ എള്ളു ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കത് ഓരോന്നായി ചുട്ടെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തന്നെ കിട്ടും. പിള്ളേർക്കൊക്കെ ഇഷ്ടാവുകയും ചെയ്യും. നമ്മൾ രാവിലെ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന അരി ലേശം മാറ്റി വെച്ചാൽ തന്നെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഉണ്ണിയപ്പം വൈകുന്നേരം കടിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഇന്ന് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വീട്ടിലേക്ക് കഴിക്കാനുള്ള ഉണ്ണിയപ്പം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിള്ളേർക്ക് ഇത് കൊടുത്തപ്പം വളരെ ഇഷ്ടമായും ചെയ്തു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് പറയാൻ മടിക്കരുത്. ശരി, ഓക്കെ, ബൈ.